മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഭഗീരഥ്പുരയിൽ ജലക്ഷാമം മൂലം 10 പേർ മരിച്ചു. 1400-ൽ അധികം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും ബാധിച്ചതായി അധികൃതർ പറഞ്ഞു. മലിനമായ കുടിവെള്ളം മധ്യപ്രദേശിൽ വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ലൈംഗികാതിക്രമത്തിനും റാഗിങ്ങിനും ഇരയായി വിദ്യാർത്ഥി മരിച്ചു. കോളേജ് പ്രൊഫസർക്കും 3 വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തു. ഇരയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദി പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഡിജിപിക്ക് പരാതി. കഴിഞ്ഞ ദിവസം വർക്കലയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായ വെള്ളാപ്പള്ളി ഒരു ചാനലിന്റെ മൈക്ക് തട്ടിമാറ്റിയിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചത്. ആക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചു. ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് NCRൽ ഏർപ്പെടുത്തിയിരുന്ന 3ാം ഘട്ട ഗ്രാപ്പ് നിയന്ത്രണങ്ങൾ നീക്കി. ജനുവരി 2-ന് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 380-ൽ നിന്ന് 236 ഉയർന്നതിനെ തുടർന്നാണ് നടപടികൾ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പിൻവലിച്ചത്. എന്നിരുന്നാലും വായുവിന്റെ ഗുണനിലവാരം വീണ്ടും വഷളാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രതിരോധ നിയന്ത്രണ നടപടികൾ തുടർന്നും പ്രാബല്യത്തിൽ തുടരുമെന്ന് അപ്ഡേറ്റ് വ്യക്തമാക്കി. പുകയിലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും എക്സൈസ് തീരുവ ചുമത്തുവാനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് 2026 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. സിഗരറ്റിന്റെ നീളവും അതിൽ ഫിൽട്ടർ ഉണ്ടോ എന്നതും അനുസരിച്ചായിരിക്കും എക്സൈസ് നികുതി. 125.64 കോടിയുടെ മദ്യമാണ് പുതുവത്സരാഘോഷത്തിനായി ബെവ്കോ വിറ്റത്. കൊച്ചിയാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലായി ഏറ്റവും മുൻപന്തിയിൽ. 1ാം സ്ഥാനത്തായി കടവന്ത്ര ഔട്ട്ലെറ്റും 2ാമതായി രവിപുരം ഔട്ട്ലെറ്റും 3ാം സ്ഥാനം നേടി എടപ്പാളിലെ കുറ്റിപ്പാല ഔട്ട്ലെറ്റും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനവുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-നകം പൂർണ്ണമായും തയ്യാറാകുമെന്നും അതിനുശേഷം ഉടൻ തന്നെ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുമെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. അരവണ പ്രതിസന്ധിയിൽ മകരവിളക്ക് കാലം. ഒരാൾക്ക് 20 ടിൻ മാത്രം. നിരാശയോടെ ഭക്തർ. വിൽപ്പനയുടെ അളവ് അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ദക്ഷിണ മേഖല അന്തർ സർവകലാശാല വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ അവസാനിക്കും. ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ക്യാമ്പസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്ന ആകെ 88 വനിതാ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. പാലിൽ ചേർത്ത വെള്ളം വിഷമായി മാറി. 5.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. സംഭവം നടന്നത് വൃത്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇൻഡോറിൽ. അമ്മയ്ക്ക് മുലപ്പാൽ കുറവായതിനാൽ പാക്കറ്റ് പാലിനൊപ്പം ടാപ്പ് വെള്ളം ചേർത്തതാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമായത്.